ഏവർക്കും നമസ്കാരം. നമ്മുടെ ഈ മൂന്നാം വാർഷിക വേളയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ തിരക്കുകളും ഒഴിവാക്കി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഹാർദമായി നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 100ാം വാർഷികവും അതിനോടനുബന്ധിച്ച് HM മിനി ടീച്ചർക്കുള്ള യാത്രയപ്പവും മറ്റു പരിപാടികളുമാണ് നമ്മുടെ ഈ വേദിയിൽ നടക്കുന്നത്. 1926 നമ്മുടെ ഈ നെട്ടൻചോല സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യം ഇത് ഒരു ഓത്തുപള്ളി ആയിട്ടായിരുന്നു ഇതിന്റെ തുടക്കം. പിന്നീട് മമ്മക്കുട്ടി മാസ്റ്റർ അത് ഏറ്റെടുക്കുകയും അദ്ദേഹം ദീർഘകാലം ഇവിടെ HM ആയി സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കാലയളവിൽ അത്രയും ധാരാളം കുട്ടികൾ ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടി വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഞാനും ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സ്കൂളിന്റെ പ്രവർത്തനം പ്രിയപ്പെട്ട നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും സഹായ സഹകരണത്താൽ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും ഇതുപോലെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളോട്. പിന്നെ ഇവിടെ നടക്കുന്ന മറ്റൊരു പരിപാടിയാണ് നമ്മുടെ HM 34 വർഷത്തെ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് ഈ മാർച്ച് 31 കൂടി നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർ ഈ സ്കൂളിൽ നിന്നും പടിയിറങ്ങുകയാണ്. അവരുടെ ഈ സേവന കാലയളവ് നമ്മുടെ ഈ നാടിന്റെയും വിദ്യാർത്ഥികളുടെയും നന്മക്കായിട്ട് അവരാൽ കഴിയുന്ന വിധം അവർ വിനിയോഗിച്ചിട്ടുണ്ട്. ടീച്ചർ എന്നും രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഇടയിൽ പ്രിയങ്കരിയായിരുന്നു. മാർച്ച് 31 വരെ ടീച്ചർ ഇവിടെ തന്നെ ഉണ്ടാകും ഞങ്ങളോടൊപ്പം. ഈ റിട്ടയർമെന്റ് ജീവിതം വളരെ സന്തോഷപ്രദവും സമാധാനപരവും ആയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. പിന്നീട് ഇവിടെ നടക്കുന്ന പരിപാടി LSS അവാർഡ് ജേതാക്കളെ ആദരിക്കലാണ്. ഐഷ നസ ആൻഡ് മുഹമ്മദ് റസ്നാൻ അവര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ നമുക്ക് ഇവിടെ ക്ഷണിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറായ ശ്രീ വെട്ടം ആലിക്കോയ അവർകളാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ശ്രീ V ശിഹാബുദ്ദീൻ, നമ്മുടെ PTA പ്രസിഡന്റുമാണ് അദ്ദേഹം. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. നമ്മുടെ എന്താവശ്യത്തിനും വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പൂർണ്ണ സഹകരണം നമുക്കുണ്ടാകാറുണ്ട്. LSS അവാർഡ് ജേതാക്കളെ ഞാൻ ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഇവിടെ ആശംസകൾ അറിയിക്കാൻ വന്നത് വളവന്നൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ ശ്രീ ഷറഫുദ്ദീൻ കുന്നത്ത്, പിന്നീട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും ചെറിയമുണ്ടം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ V മുഹമ്മദ് ഇർഷാദ്, അദ്ദേഹം നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. അവരെയും വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ AEOമാരായ ശ്രീമതി ശ്രീജ PV, ശ്രീമതി സുമ TS എന്നിവരെ അവരെ അഭാവത്തിലും ഞാൻ അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും സുപരിചിതനായ വളവന്നൂർ പഞ്ചായത്ത് 1ാം വാർഡ് മെമ്പർ ശ്രീ PC കബീർ ബാബു, അദ്ദേഹം അവിടെ എത്താമെന്നാണ് അറിയിച്ചത്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ വാർഡ് മെമ്പർ കൂടിയായ ശ്രീമതി സാബിറ കരീം, 19ാം വാർഡ് മെമ്പറായ ശ്രീമതി ഷെരീഫ ചോമയിൽ, 21ാം വാർഡ് മെമ്പറായ ശ്രീമതി മീല സുധീർ എന്നിവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ HM മിനി ടീച്ചറെയും വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ HMമാരായ അബ്ദുൽ മജീദ് മാസ്റ്റർ, അദ്ദേഹം ഇവിടെ എത്താമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ എത്തിയിട്ടില്ല. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
പിന്നെ സുമംഗലാദേവി ടീച്ചർ നമ്മുടെ മുൻ HM ആയിരുന്നു. നമ്മുടെ ഏത് കാര്യത്തിനും വിളിച്ചാലും ടീച്ചർ ഓടി വരാറുണ്ട്. സുമ ടീച്ചറെയും മുൻ അധ്യാപികമാരായ ശ്രീമതി സുസമ ടീച്ചർ, ശ്രീമതി ബഷീറാബി ടീച്ചർ, ശ്രീമതി മിനിമോൾ ആന്റണി, കുറെ ദൂരത്തു നിന്നാണ് അവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുള്ളത്. അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. OSA അംഗങ്ങളായ സലീം മയ്യേരി, മുജീബ് റഹ്മാൻ, നമ്മുടെ സ്കൂളിലെ അധ്യാപകരായ ശ്രീമതി സരിത ടീച്ചർ, അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള PTA വൈസ് പ്രസിഡന്റ് ശ്രീമാൻ ഫസലുർ റഹ്മാൻ, ശ്രീമതി ജുബൈരിയ, ശ്രീ അബു പിട്ടി, ശ്രീ അബ്ദുൽ സലാം, ശ്രീ അബ്ദുൽ ഖാദർ കുന്നത്ത്, സക്കീർ തൃത്താല, നസീർ ബാബു, നാസർ മോൻ, ഇവിടുത്തെ അധ്യാപികയായ ശ്രീമതി റുബീന കേസി, അധ്യാപകൻ അനസ് പി, എന്നിവരെയും ഈ വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരെയും രക്ഷിതാക്കളെയും സ്നേഹം നിറഞ്ഞ കുഞ്ഞു മക്കളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പരിപാടിക്ക് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീ വി ശിഹാബുദ്ദീനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. AMLP സ്കൂൾ ജില്ലയുടെ 100ാം വാർഷിക ആഘോഷമാണ് നമ്മളുള്ളത്. നമ്മുടെ നാടിന്റെ എല്ലാമായ സ്കൂളിലെ 1988 എന്റെ ഉപ്പയുടെ ഈ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയത് ഈ സ്കൂളാണ്. സ്കൂളിലെ എന്റെ അധ്യാപകരായ മജീദ് മാസ്റ്റർ, അതേപോലെ ബഷീറാബി ടീച്ചർ പോലുള്ള ടീച്ചർ പോലുള്ള അധ്യാപകരാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത്. അതുപോലെ പല ആളുകളെയും നല്ല വലിയ രീതിയിൽ എത്തിക്കാൻ സ്കൂളിന് സാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ പൊതുവിദ്യാലയത്തിന്റെ ആവശ്യം അനിവാര്യമാണ്. ഓരോ മതത്തിന്റെ പേരിലും ഒക്കെ ഓരോ സ്കൂളുകൾ തുടങ്ങുന്ന കാലത്ത് പൊതുവിദ്യാലയമാണ് നമ്മുടെ നാടിന്റെ ഐക്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് അറിയിക്കാനുള്ളത്. ഈ വൈകിയ വേളയിൽ സംസാരിക്കുന്നില്ല. ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടം ആലിക്കോയ സാഹിബിനെ പ്രിയപ്പെട്ട യോഗാധ്യക്ഷൻ ശിഹാബുദ്ദീൻ, ഈ പരിപാടിയിൽ സമാപിക്കുന്ന വളവന്നൂർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്കരനായ ഷറഫുദ്ദീൻ കുന്നത്ത്, ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട മുഹമ്മദ് ഇർഷാദ്, വേദിയിലുള്ള യോമാരായ സുമ, വാർഡ് മെമ്പർ കബീർ ബാബു, സാബിറ കരീം, ഷരീഫ ചോമയിൽ, അഹമ്മദ് മാസ്റ്റർ, മാനേജർ അബ്ദുൽ മജീദ് മാസ്റ്റർ, മലച്ചം, സുമംഗലി ദേവി, സുസമ ടീച്ചർ, ബഷീറാബി ടീച്ചർ, സലീം മയ്യേരി, മുജീബ് റഹ്മാൻ OSA, സഹീർ കുന്നത്ത്, സജിദ, മറ്റു നല്ലവരായ വേദിയിലൊക്കെ PTA നേതാക്കളെ, പ്രഗത്ഭരായ സഹോദരന്മാരെ, 100 വർഷത്തെ ഈ സ്കൂളിൻ്റെ ഇന്നലകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സമ്മേളനമാണ്. കാലത്തിൻ്റെ ദൈർഘ്യം ഈ നാടിന് സ്കൂൾ നൽകിയിട്ടുള്ള വിലപ്പെട്ട അതിൻ്റെ സാന്നിധ്യം എല്ലാം അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയത് എന്ന് ഇവിടെ പറയാൻ ചിന്തിക്കേണ്ടുന്ന ഒരു സദസ്സ് കൂടിയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ 100 വർഷം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ 100 വയസ്സായ ആളുകൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ഈ പരിസരത്തും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നെണ്ണി 100 അവസാനിക്കുന്ന 100 വർഷങ്ങളുടെ
ഈ സ്കൂൾ ഇവിടെ നിന്നപ്പോ ഈ സ്കൂളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ സ്കൂളിൻ്റെ സാന്നിധ്യം നമ്മളെ പഠിപ്പിച്ച എന്തെല്ലാം നന്മയുണ്ടോ അതെല്ലാം ഓർക്കപ്പെടേണ്ടുന്ന ഒരു ദിവസമാണ് എന്നത് എന്നെ പോലെ അറിയാവുന്ന സ്കൂളുകളൊക്കെ പറയുന്നത് സമൂഹം വളരെയേറെ ആദരവോടെയും ബഹുമാനത്തോടെയും കാണേണ്ട ഒരു സംവിധാനമാണ്. പലതിനും കെട്ടിടങ്ങളുണ്ട്. ഗവൺമെന്റിലും പഞ്ചായത്തിലും ഒക്കെ ആയിട്ട് പല കെട്ടിടങ്ങളുണ്ട്. പക്ഷേ ഇന്നലകളുടെ സ്പർശനമറിയാവും. ഇന്നലകളുടെ സംസ്കാരത്തെ മാറ്റിയെടുത്ത ഒരു സംവിധാനത്തെ കുറിച്ചും അറിയാവുന്ന ചുമരുകളുള്ള കെട്ടിടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെത് മാത്രം. അവിടെ പഠനമാണ്. ആദരിക്കാൻ പഠിപ്പിക്കണം, സ്നേഹിക്കാൻ പഠിപ്പിക്കണം, സഹകരിക്കാൻ പഠിപ്പിക്കണം, സൗമ്യമാകാൻ പഠിപ്പിക്കണം, ബന്ധങ്ങൾ കൂട്ടാൻ പഠിപ്പിക്കണം. അങ്ങനെ മനുഷ്യരെന്ന നിലയിൽ പല തുറകളിലുള്ള മനുഷ്യരെ ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന അതാണ് ഈ സ്ഥാപനം. ആ മനുഷ്യർക്ക് ഈ മണ്ണിൽ ജീവിക്കാവുന്ന എന്തെല്ലാം വിഭവങ്ങളാണുള്ളത് ആ വിഭവങ്ങൾ സമാഹരിക്കപ്പെടുന്ന ഒരു വലിയ കേന്ദ്രമാണ്. അതുകൊണ്ട് സ്കൂളുകളൊക്കെ കാണുമ്പോൾ വളരെ ആദരവോടുകൂടിയാണ് നമ്മൾ കണ്ടിരുന്നത്. അതിൽ അധ്യാപകന്മാരെയും ഇവിടെ പഠിച്ചിറങ്ങിയിട്ടുള്ള പറഞ്ഞു അവരെ പഠിപ്പിക്കുന്ന റിട്ടയർമെന്റ് വാങ്ങിയിട്ടുള്ള ടീച്ചറും അവരും ഷിഹാബുദ്ദീൻ ടീച്ചറാണ്. ഷിഹാബുദ്ദീൻ അവരുടെ ടീച്ചർക്കെന്നും ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നത് സ്കൂളിലെ വിദ്യാർത്ഥി. പക്ഷെ അത് മതിയാകും. ഷിഹാബുദ്ദീനെ സംബന്ധിച്ചിടത്തോളം അവരെ പഠിപ്പിച്ച ടീച്ചർ ആ ടീച്ചർ എന്ന പോസ്റ്റാണ്, ആ ടീച്ചർ എന്ന നാമമാണ് യഥാർത്ഥത്തിൽ വൈകാരികമായി എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യലോകത്തിന്റെ വെളിച്ചം നുകരാൻ പഠിപ്പിക്കുന്നത് അധ്യാപക സമൂഹത്തിന്റെ ഇന്നലകളുടെ ധർമ്മമല്ല. ഇന്നലെ നമ്മുടെ മനുഷ്യരെ ശാന്തമായി സാമൂഹ്യമായ ക്രമീകരണമുണ്ടായി. അയൽപക്കത്ത് പരസ്പരം ഇണങ്ങിച്ചേർന്ന് ജീവിച്ചവരാ. വിദേശമില്ലാതെ ജീവിച്ചവരാ. അടുക്കണമെന്ന് ആഗ്രഹിച്ചവരാ. ഒരു പാത്രം ഉണ്ണാൻ മടിയില്ലാത്തവരാ. അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലെ കലാലയവും എന്നാൽ മനുഷ്യൻ അകന്നു പോകുന്ന വാക്കുകൾ കൊണ്ടകലുന്ന മനസ്സുകൊണ്ടകലുന്ന ബന്ധങ്ങൾ മുറിക്കപ്പെടുന്ന സ്നേഹങ്ങളുടെ അവസാനത്തിന്റെ നൂലിനെ പോലും പൊട്ടിച്ചെറിയുന്ന ഈ വൈകൃത ഭൂമിയിൽ ഇന്നത്തെ കലാലയത്തിന്റെ സാന്നിധ്യത്തിന്റെ പരിസരം എന്ന് പറയുന്നത് ഇരുട്ടാണ്. അവിടെ കാണാനുള്ള വെളിച്ചമില്ല. മനുഷ്യരെ പിതാവിനെ കാണാൻ വെളിച്ചമില്ലാത്ത കണ്ണുകളുള്ള മനുഷ്യരറിയല്ലോ. നമ്മുടെ നാട്ടിലെ ആരാണ് ഈ വൃദ്ധസദനത്തിലുള്ളത്? ആർക്ക് വേണ്ടിയാണ് ഈ വൃദ്ധസദനമുള്ളത്? ആരാണ് അങ്ങോട്ട് വരുന്നത്? ആരെയാണ് അങ്ങോട്ട് എത്തിക്കുന്നത്? ആരുടെ കയ്യിലാണ് ആരാണ് ഏൽപ്പിക്കുന്നത്? സ്വന്തം പിതാവിന്റെ അച്ഛന്റെ അമ്മയുടെ ഉമ്മയുടെ ബാപ്പയുടെ പെങ്ങന്മാരുടെ മൂത്ത ആളുകളെ സ്വന്തം വീടുകളിൽ താമസിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ വേറെ ഏതോ ഒരു സ്ഥലത്ത് താമസിപ്പിക്കുകയാണ്. ഇന്നലകൾ എത്ര ആളുകൾ ആലോചിക്കണം. നമ്മളൊക്കെ അങ്ങനെയാണ് ജീവിച്ചത്. എന്നോടൊക്കെ പലരും തമാശ ഞങ്ങളൊക്കെ ചോറുണ്ടെങ്കിൽ ഞങ്ങൾ ബെല്ലടിക്കലാന്ന്. കാരണം എല്ലാവരും അത്രയും ആളുകൾ അതല്ലല്ലോ. അന്ന് നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ റൂമുകൾ ഉണ്ടായിരുന്നില്ല. എല്ലാവരും പകുതിയിൽ അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ ജീവിച്ചു. ഇന്ന് നമുക്ക് ഭദ്രമായ വീടുകളുണ്ട്. ആ വീട്ടിലെ ആളുകളുടെ സൗകര്യത്തെക്കാൾ ഇനി വരുന്ന കൂടി വലിയ സൗകര്യം ഉപയോഗിക്കപ്പെടാൻ കഴിയാവുന്ന ഏറ്റവും മനോഹരമായ വീടുകളുണ്ട്, കണ്ണഞ്ചിപ്പിക്കുന്ന വീടുകളുണ്ട്. എന്നാൽ അന്നത്തെ സ്ഥിതി അന്ന് നമുക്ക് കൂടി വരുമ്പോ രാത്രി ചൂട് കൂടി വരുമ്പോ എല്ലാവരും പുറത്തിറങ്ങുന്നു. പെരകെട്ടി ഓലമേലാണ്
അന്നൊക്കെ റേഡിയോ അസംബ്ലി റേഡിയോ. ആ റേഡിയോന്റെ അങ്ങോട്ട് അത് മേടിച്ച് ഇങ്ങോട്ട് ബാറ്ററി പലപ്പോഴും പുറത്ത് വിടും. പക്ഷെ എന്നാലും അത് ഒരു അരണ്യ ശബ്ദത്തോടു കൂടി അതങ്ങനെ പാട്ട് പാടും. ഒരു 1.5 മണിക്കൂർ ആ വീടുകളിലെ എല്ലാവരും പരിസരത്തെ എല്ലാവരും കേട്ട് രസിക്കും. നാടകം ഉണ്ടാവും. 10:30 നാടകം പരിസരവാസികളൊക്കെ ഈ അസംബ്ലി റേഡിയോ എല്ലാവരും വരും. ഇതൊരു സ്നേഹമാണ്. ആ സ്നേഹം ആരാണ് കൊണ്ടുപോയി? നമ്മൾ അതിനേക്കാൾ വലിയ മനോഹരമായ സഞ്ചരിക്കുന്ന വാഹനത്തിലൂടെയാണ് നമ്മൾ അതിനേക്കാൾ നമ്മുടെ കയ്യിൽ പണമുണ്ട്, നമ്മുടെ സൗകര്യങ്ങളുണ്ട്. അന്ന് എന്താ ഒന്നുമില്ല. അന്നൊക്കെ ഈ വെച്ചിരിക്കുന്ന ഒരു കാലാണ് ഈ പൂളമലൊക്കെ മഞ്ഞൾ തേച്ചിട്ട് അതൊരു കളിയാണ്. എന്ന് വെച്ചാൽ ദാരിദ്ര്യമാണ്, പട്ടിണിയുടെ എല്ലാമുള്ള ഒരു സമൂഹം. എന്നാൽ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പട്ടിണി കിടന്ന കാലത്തെ രോഗത്തെക്കാൾ കാഠിന്യമായ രോഗം പടർന്നു ചികിത്സകൾ ഒരു സാധാരണക്കാരന് താങ്ങാൻ കഴിയാത്ത ചികിത്സകൾ ഉണ്ടാകും. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താ ഈ മനുഷ്യർ വേറൊരാളെ കൊണ്ടുവന്നല്ല, അവരുടെ മക്കളുടെ പേരക്കുട്ടികളാണ്, അവരുടെ അയൽവാസികളാണ്. അവർക്ക് അവരെ തിരിച്ചറിയാതെ പോയത്. ഇന്നലെ ഉമ്മയെ തിരിച്ചറിഞ്ഞ മകൻ ഇന്നും എന്തുകൊണ്ടാണ് മകന് ഉമ്മയെ തിരിച്ചറിയാതെ പോയത്? ഇന്നലെ അയൽപക്കത്തെ മനുഷ്യന് ഇന്നത്തെ അയൽപക്കത്തെ കാണാൻ കഴിയാതെ പോയത്. ഞാൻ പറയുന്നത് നമ്മുടെ കലാലയങ്ങൾ ഇന്നലെ നിർവഹിച്ചിരുന്ന ഡ്യൂട്ടി നിർവഹിക്കേണ്ടി വരുന്നത്. ഇന്നലെ കണ്ണടകുത്തി ഇരുട്ടുണ്ടായിരുന്നില്ല, ഇന്നലെ വെളിച്ചമുണ്ടായിരുന്നു. പരിസരം തിരശ്ശീലയില്ലാതെ മനുഷ്യരാണ്. ആരെയും ആർക്കും അവിശ്വാസം. പരസ്പരം സ്നേഹിച്ച്, പരസ്പരം ബഹുമാനിച്ച്, പരസ്പരം ആദരിച്ച്, പരസ്പരം കൊടുത്തും ജീവിച്ചു വന്നവരുടെ മുന്നിൽ വിശാലമാണ് അവരുടെ പോലെ അവരുടെ ഹൃദയം. ഇന്ന് നമുക്കെല്ലാം പരിമിതിയുണ്ട്. നമ്മുടെ ഒരു കോളം വരച്ച് ആ ഉള്ളിൽ നിന്നുകൊണ്ട് നിൽക്കാൻ പഠിക്കാനവരാണ്. എന്ന് പറയുന്നതിലേക്ക് നമ്മൾ ചുരുങ്ങി വരിക. ആദ്യം നമ്മൾ അയൽപക്കത്തോടുള്ള ബന്ധം, പിന്നെ സ്വന്തത്തോടുള്ള ബന്ധം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏറ്റവും മടുത്തേണ്ട അമ്മയെ അഭിനയിക്കുന്ന വൃദ്ധസദനത്തിലൊക്കെ ആളുകളെ വരുമ്പോ ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീര് വീടുന്നില്ല. പറഞ്ഞാൽ അവന്റെ മനസ്സിന്റെ മരവിച്ചു പോയിട്ടുണ്ട്. അവൻക്കൊരു ദുഃഖവും എടുക്കുന്നില്ല. ആരെയും കാണുന്നില്ല. മുമ്പ് അങ്ങനെയാണ്. ഉമ്മക്ക് വല്ലതും സംഭവിച്ചാൽ, അച്ഛന് വല്ലതും സംഭവിച്ചാൽ, അച്ഛൻ ആരെയും വല്ലതും പറഞ്ഞാൽ നമ്മൾ എന്തെല്ലാം ചെയ്യും? നമുക്ക് എത്ര പ്രയാസങ്ങളുണ്ടാകും. കരയാൻ കഴിയാതെ പാവപ്പെട്ട പ്രായമുള്ള ആളുകളുള്ള ജീവിക്കുമ്പോ ഈ പഞ്ചായത്ത് ഒരു പദ്ധതിയുണ്ട്, വൃദ്ധന്മാരെ സഹായിക്കണം. വൃദ്ധന്മാരെ സഹായിക്കാൻ കൊണ്ടുവെക്കണം. അതിന് പദ്ധതി പൂർണ്ണമായ പദ്ധതി അംഗീകാരം കത്തോളുന്ന എന്ന് പറഞ്ഞാൽ 2 ചെയർമാൻമാരുണ്ട്. അവരിപ്പോ ഒരു 10 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി. ആ 10 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കുമ്പോൾ വൃദ്ധന്മാർക്ക് എന്താണ് പദ്ധതി ചോദിക്കും. എന്താണ് വൃദ്ധന്മാരുടെ കാര്യത്തിന്റെ കാര്യം എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ മുമ്പൊക്കെ കട്ടിൽ കൊണ്ടുപോയി. കട്ടിലിന്റെ കുറവാണോ? കട്ടിലുള്ള വീട്ടിൽ നിന്നാണ് വീട് വിട്ടു മറ്റൊരു ദേശത്തേക്ക് അവരെ കൊണ്ടുപോയത്. നിങ്ങൾ ആലോചിച്ച് ഭയാനകമാണ് നമ്മുടെ ചുറ്റുപാട്. ഭയാനകമെന്ന് പറയാൻ മാറോട് ചേർക്കാൻ ആരുമില്ലാതെ മാറത്തുന്ന മരിച്ചവർ അലറുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ സ്ഥാപനങ്ങൾ ഒരു കാലോചിതമായ അതുണ്ടാവേണ്ടത് പരിസരങ്ങളിൽ. ഇവിടെ അവർ പോകുമ്പോൾ എനിക്കറിയാം പ്രായമായി പക്ഷേ ടീച്ചറുടെ എന്റെ മനസ്സിലുണ്ട്. വിലാസിന് ടീച്ചറുടെ പേര്. ഈ ചാനലുകളൊക്കെ വന്ന ഉടനെ എന്നോട് പറയാനോട് നിങ്ങളുടെ ഫോട്ടോ ഞാൻ കണ്ടു. ഇന്നും എനിക്കിപ്പോ 60 വയസ്സ്. എന്നെ പഠിപ്പിച്ച വിലാസിനി ടീച്ചർ എന്ന് പറയുന്ന ടീച്ചർക്ക് ഇന്നും ഞാനും പത്രത്തിൽ കണ്ട ടീച്ചർ എന്നെ വിളിച്ചു പറയും, എന്റെ ഫോട്ടോ ഞാൻ കണ്ടു എന്ന് പറയും. എന്താ
എനിക്ക് നിങ്ങൾ ആലോചിച്ച് എന്റെ ഉമ്മ പോലും അറിയില്ല. എന്താണ് ആരാണ് ഇടകിച്ചേർത്തത്? എന്താണ് എന്നാൽ ഞാൻ പറയുന്നത് അതിന്റെ ധൈര്യം ഞാൻ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചു വരേണ്ടത് മാനുഷികമായ മൗലികതയാണ്. മനുഷ്യനെ അത്തരം ഒരു സ്ഥാപനത്തിന്റെ സാന്നിധ്യം കാത്തു കഴിയുന്നവരാണ്. പ്രതീക്ഷയുണ്ട്. നമ്മൾ കേരളക്കാരെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഞാനിപ്പോ നമ്മളെ ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായപ്പോ അവരോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ആ മെമ്പർമാർ ഒറ്റക്കെട്ടായി എന്നോട് പറഞ്ഞു ഇവിടെ വേണ്ട. കാരണം ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഒരു വാക്കാണ് നിങ്ങൾ അത് കറക്റ്റാണ്. എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും അതിന് ഫണ്ട് വെച്ച് കട്ടിൽ വാങ്ങിക്കൊടുക്കാൻ, മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ അവരൊക്കെ ഏറ്റവും വലിയ പ്രായമുള്ളവർ മനുഷ്യ നീ ആരുടെയൊക്കെയോ ആളാണ്, നീ ആരുടെയൊക്കെയോ അമ്മയാണ്, നീ ആരുടെയൊക്കെയോ മകനാ. കൈപിടിച്ച് അമ്മയെ കൊണ്ടുപോകുമ്പോ ആ അമ്മയുടെ മനസ്സിന്റെ വേദനയുണ്ട്. പലപ്പോഴും ഈ സ്ത്രീകൾ പറയാറുണ്ട് ഒരമ്മ രണ്ട് വേദനയുണ്ട്. ഒന്ന് ആ അമ്മ പ്രസവിക്കുമ്പോൾ ഒരു വേദനയുണ്ട്. മറ്റൊന്ന് ആ അമ്മയ്ക്ക് ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് പെണ്ണായി ആ പെണ്ണിനെ കല്യാണം കഴിച്ച് ആ കുട്ടി പ്രസവിക്കുമ്പോ ഒരു വേദനയുണ്ടാവും. അവരെ പ്രസവേദന കൊണ്ടുപോകുമ്പോ പ്രസവിക്കാൻ കൊണ്ടുപോകുമ്പോ ഈ വല്യമ്മക്ക് രണ്ട് വേദനയുണ്ടാവും. ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് വൃദ്ധസദനത്തിലേക്ക് അമ്മയെ കൊണ്ട് എന്നിട്ട് ഈ മകൻ അമ്മയോട് പറഞ്ഞു അമ്മേ എല്ലാം ഇവിടെ ശരിയാണ്. നിങ്ങൾക്ക് സമയത്തിന് ഭക്ഷണം നൽകും, നിങ്ങൾക്ക് സമയത്തിന് മരുന്ന് നൽകും, നിങ്ങളെ സമയത്തിന് കുളിപ്പിക്കും, നിങ്ങൾക്ക് സമയത്തിന് വസ്ത്രം നൽകും, പേടിക്കേണ്ട. എന്നിട്ട് ഈ മകൻ പറഞ്ഞു അമ്മയെ പരിചരിക്കാനുള്ള എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അമ്മയോട് പറഞ്ഞു ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യണോ? ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇതൊന്നും നിങ്ങൾക്കില്ല. എന്നാലും അമ്മ പറഞ്ഞു ഒന്നും വേണ്ട. എന്റെ കണ്ണുള്ളിലേക്ക് പോകും, എന്റെ കാലും കൈയും വിറയ്ക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഒരു മരുന്നെടുത്ത് ആ സമയത്ത് കുടിക്കാതെ വൈകുന്നേരം മരിക്കും. ഒരു മരുന്ന് പലപ്പോഴും ഞാൻ രണ്ട് പ്രാവശ്യം ഓർമ്മയില്ല. എന്റെ കാല് വിറക്കുന്നുണ്ട്, എന്റെ കൈ വിറക്കുന്നുണ്ട്, എന്റെ കണ്ണുള്ളിലേക്ക് പോയിട്ടുണ്ട്. എനിക്ക് പലവരെയും പേര് പറഞ്ഞാലേ അറിയുന്നു. പലവരെയും എനിക്കറിയാൻ കഴിയുന്നില്ല. എന്റെ കണ്ണു ഞാൻ അറിയാതെ എന്നോട് സമ്മതം ചോദിക്കാതെ മുന്നിലോട്ട് പോയിട്ടുണ്ട്. ഈ മകൻ പറഞ്ഞു അമ്മേ ഓർമ്മയാക്കി പറയാം. ആ അമ്മ പറഞ്ഞു ഒന്നും വേണ്ട. ഈ കുട്ടി പറഞ്ഞു പോരാ, അമ്മ പറഞ്ഞു ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്യണം. എനിക്കല്ല, നാളെ നിങ്ങളെ കൊണ്ടാക്കുമ്പോ നിനക്ക് ഫാൻ ഇല്ലാതെ കിടക്കാൻ കഴിയില്ല. നിനക്ക് ഫാൻ ഇല്ലാതെ കിടക്കാൻ കഴിയുന്നത് മാത്രമാണ് ഒരു അമ്മയാണ്, ഒരു ഉമ്മയാണ്. നിങ്ങൾ ആലോചിക്കണം ഈ ഭൂമിയിൽ എന്തുണ്ടായി. എല്ലാം നമ്മുടെ ആന്തരികതയുടെ, നമ്മുടെ ആത്മീയതയുടെ, നമ്മുടെ ഭൗതികതയുടെ എന്ന് പറയുന്നത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ടത് മാതാപിതാക്കൾ. അങ്ങനെ വരുമ്പോഴാണ് മറ്റുള്ളവർ പ്രസംഗം ചെയ്യും. സ്വന്തത്തെ ചേർത്ത് പിടിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് അങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയുന്നത്? അയൽവാസിയോട് നല്ല ഭരിക്കാത്തവന് ഇവിടെ വന്ന് ഞാൻ സ്ഥാപിക്കണം പറയുന്നതിന്റെ വല്ലാത്തൊരു വൈരുദ്ധ്യമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇരുട്ട് വരുന്ന കുരുക്ക് വരുന്ന ഒരു കാലത്ത് വിജ്ഞാനം കൊണ്ട് വേദിച്ചു സാധിക്കണം. അതിന്റെ മാനുഷികമായ ബന്ധങ്ങളുടെ കൂട്ടായ്മ ഒരുമിക്കലിന്റെ അതാണ് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ അധ്യാപകർ 61 വയസ്സുള്ള എന്നെ LP സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചർക്ക് ഇന്നും ഞാൻ അവരുടെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന ഒരു ബന്ധമുണ്ടല്ലോ. ആ ബന്ധം മൗലിക ബന്ധം എന്ന് പറയുന്നത് മാനുഷികമായ സ്നേഹിക്കപ്പെടേണ്ടവരാണ്. ആ ഒരർത്ഥത്തിൽ സ്നേഹത്തിന്റെ ഒരു വിളനിലമായി സാഹോദര്യത്തിന്റെ പ്രതിബദ്ധതയുടെ വലിയൊരു നിലമായി നമ്മൾ എന്തു നേടുമ്പോഴും ഞാൻ എന്റെ അധ്യാപകരോട് രക്ഷിതാക്കളോട് പറയാം നമ്മളുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അവകാശി ബോധ്യമുണ്ടാവും. കണ്ണുള്ളവൻ ആലോചിക്കേണ്ടത് കണ്ണില്ലാത്ത
ഏതോ ഒരു മനുഷ്യന്റെ അവകാശം അവന് എന്റെ കണ്ണിൽ ഒരു അവകാശം ബോധ്യമുണ്ടാവും. ചെവി നന്നായി നമ്മൾ പലപ്പോഴും ഈ ചെവി കേൾക്കാത്തവരെ കുറിച്ച് പറയും. പ്രത്യേകിച്ച് മുകേഷ് സിനിമയിൽ നമ്മൾ പറയും അങ്ങനെയാണ് കേൾക്കാത്ത ചെവികൾ എങ്ങനെ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ മാനുഷികതയുടെ മൂല്യങ്ങൾ പിടിക്കാൻ നമുക്ക് സാധ്യമാകണം. നമ്മൾ നേടിയതിന്റെ അവകാശം നമ്മുടെ നേട്ടങ്ങളുടെ അവകാശം ബോധ്യമുണ്ടാകും. സമ്പത്തുള്ളവൻ കരുതണം. ഈ സമ്പത്തിന്റെ ഒരു അവകാശം കരുതണം. പ്രസംഗിക്കാൻ കഴിയുന്നവൻ അറിയണം. ഇതിന്റെ ഒരു അവകാശം പറയണം. നമ്മുടെ സാമൂഹികമായ പ്രതിബദ്ധതയോടെ സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യമാകണം. ഈ ഒരു കലാലയം വർഷം പിന്നിടുമ്പോൾ ഇന്നലകളുടെ ചരിത്രം നമുക്ക് അഭിമാനമുണ്ടെങ്കിൽ നാളത്തെ ഇരുട്ട് വരുമ്പോൾ ധർമ്മം വിതക്കാൻ സാധിക്കുന്ന തരത്തിൽ ഈ കലാലയം സാധ്യമാകട്ടെ എന്ന് പറയാണ്. മിനി ടീച്ചർ പോവാണ്. ടീച്ചർ പോകുമ്പോൾ ഇപ്പൊ അതൊന്നും നമ്മളെല്ലാവരും പിന്നെന്താ പറയാ ആ തരത്തിലുള്ള കാലമാണ്. എന്നാലും നമ്മുടെ സ്ഥാപനത്തിൽ മറ്റൊരു ഓഫീസല്ല സംസ്കാരത്തെ നമ്മളിവിടെ കലഹിക്കാതെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം പാലൊടുക്കാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച ഒരു സ്ഥാപനം പരസ്പരം സ്നേഹിക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു സ്ഥാപനത്തിന്റെ അധ്യാപകയാണ്. തീർച്ചയായും അവരുടെ ഇനിയുള്ള ജീവിതം കൂടുതൽ സമൂഹമായി പ്രതിബദ്ധതയുള്ള നടത്താൻ അവർക്ക് സാധ്യമാവട്ടെ. ഞാൻ ടീച്ചറോട് പറയാണ് സാധാരണ നേരൊക്കെയാണ് പല രീതിയിലൊക്കെ ഉണ്ടാവും. തീർച്ചയായും അത് ഉണ്ടാവട്ടെ. മാത്രം നിങ്ങൾക്ക് ഹൃദയംഗമായ ഈ സ്ഥാപനം ഉയരങ്ങളിലേക്ക് ഈ നല്ല നാടിന് ഈ സ്ഥാപനത്തിന് സാധ്യമാകട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കേട്ട് നന്ദി പറഞ്ഞ് ഔപചാരികമായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. പ്രഗത്ഭനായ അധ്യക്ഷൻ പ്രിയ സുഹൃത്തും നെട്ടഞ്ചോല സ്കൂളിന്റെ PTA പ്രസിഡന്റുമായിട്ടുള്ള പ്രിയപ്പെട്ട ഷിഹാബുദ്ദീൻ, നമ്മുടെ വിദ്യാലയത്തിന്റെ 100ാം വാർഷികം അതിന്റെ എല്ലാ മേഖലകളെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയപ്പെട്ട മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ പ്രഗത്ഭനായ പ്രിയപ്പെട്ട വെട്ടമാലിക്കോയ സാഹിബ്, മറ്റു വേദിയിലുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ചെറിയമണ്ണം ഗ്രാമപഞ്ചായത്തിന്റെ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇർഷാദ്, എൻ്റെ സഹ മെമ്പർമാരായിട്ടുള്ള റംല, സാബിറ, ഷരീഫ ഉൾപ്പെടെയുള്ള മെമ്പർമാരെ മറ്റു ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ മേഖലകളിൽ നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അധ്യാപകന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്കറിയാം ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വളരെ ആധികാരികമായി സംസാരിച്ചു. നമുക്കറിയാവുന്നതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് മതസൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലമായിട്ടാണ് നമുക്ക് പൊതുവിദ്യാലയങ്ങളെ നമുക്ക് ഏത് സമയത്തും കാണാൻ സാധിക്കാറ്. കാരണം ഈ സദസ്സ് തന്നെ നമുക്ക് അതിന് ഉദാഹരണം.
നമ്മുടെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി മുസൽമാനും ഹൈന്ദവനും ക്രിസ്തീയനും ഒക്കെ ഒന്നിച്ചിരുന്ന് പഴയ കാലത്തെ പോലെ തന്നെ നമുക്ക് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിക്കാനുള്ള ഏക സൗകര്യം പൊതുവിദ്യാലയങ്ങളിലാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന മുൻപത്തെ കാലത്ത് ഈ വിദ്യാലയത്തിന്റെ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. 100ാം വാർഷികം എന്ന് പറയുമ്പോൾ ഈ വിദ്യാലയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് ഈ വിദ്യാലയം ഇവിടെ കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തിനൊക്കെ ചുക്കാൻ പിടിച്ചിരുന്ന മഹാരഥന്മാരായിട്ടുള്ള ആരും തന്നെ ഒരു പക്ഷേ ജീവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പഴയ കാലങ്ങളിൽ വിദ്യാലയങ്ങളിലൊക്കെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചിരുന്നത് പല വ്യത്യസ്ത മതചിന്താഗതിക്കാരായിരുന്നു. ഇന്ന് അതൊക്കെ അന്യം നിന്ന് പോകുന്നതിന് നമുക്കൊരു പരിധിവരെ പൊതുവിദ്യാലയങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അതുപോലെ നമ്മുടെ വിദ്യാലയത്തിന് ഈ പ്രത്യേകിച്ച് നമ്മുടെ AMLPS നെട്ടഞ്ചോല വളരെ ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഒരുപാട് കുട്ടികളും ചില വിദ്യാലയങ്ങളൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ രക്ഷിതാക്കളൊക്കെ വളരെ സജീവമാണ്. ആണുങ്ങളോട് കുറവ് ഞാൻ കാണുന്നുണ്ട്. അതും എല്ലാ വിദ്യാലയങ്ങളും കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. കാരണം ഞാനും ഒരു രക്ഷിതാവാണ്. ഞാനും സ്കൂളിൽ മകന്റെ സ്കൂൾ പഠിക്കുന്ന സ്കൂളിൽ പരിപാടികൾ പോകാറില്ല. അത് തന്നെ ആയിരിക്കും എല്ലാ ആണുങ്ങൾക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ടും സംവിധാനമാണ്. എന്തായാലും കൂടുതൽ നീട്ടി പറഞ്ഞ് അരോചകമാകുന്നില്ല. കുട്ടികളുടെ പരിപാടി വളരെ ഗംഭീരമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കണം. അതുപോലെ നമ്മുടെ HM മിനി ടീച്ചർ പിന്നെ യാത്ര വിരമിക്കുകയാണ്. അതിന്റെ യാത്രയപ്പ് സമ്മേളനം കൂടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഇതിൽ പങ്കെടുത്ത ഈ എല്ലാവരെയും മുക്തകണ്ഠം പ്രശംസിച്ചും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് വളവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയങ്കരനായിട്ടുള്ള ഈ പരിപാടിയുടെ അധ്യക്ഷൻ, പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള നമ്മുടെ PTA പ്രസിഡന്റ് വി ശിഹാബുദ്ദീൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോയ പ്രിയങ്കരനായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് വട്ടം ആലിക്കോയ, ഇവിടെ സംസാരിച്ച വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയങ്കരനായിട്ടുള്ള ഷറഫുദ്ദീൻ കുന്നത്തിൽ, പ്രിയങ്കരനായിട്ടുള്ള വാർഡ് 1ാം വാർഡ് മെമ്പർ കബീർ ബാബു, 18ാം വാർഡ് സാബിറ കരീം, 19ാം വാർഡ് മെമ്പർ ഷരീഫ ചൗമൈൻ, 21ാം വാർഡ് മെമ്പർ സുധീർ അടക്കമുള്ള ജനപ്രതിനിധികൾ, പ്രിയങ്കരായിട്ടുള്ള ടീച്ചേഴ്സ്, മിനി ടീച്ചർ, അതേപോലെ തന്നെ സുമംഗല ടീച്ചർ അടക്കമുള്ള പ്രിയങ്കരായിട്ടുള്ള ടീച്ചേഴ്സ്, അതിലൊക്കെ ഉപരി ഈ സ്കൂളിലെ ഇങ്ങനെ 100 വർഷം നിലനിർത്തുന്നതിന് വലിയ പങ്ക് വഹിച്ച ഈ നാട്ടുകാരായിട്ടുള്ള രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, നേരത്തെ ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും സന്തോഷകരമായ പരിപാടിയിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു പൊതുവിദ്യാലയം 100 വർഷം പിന്നിടുന്ന ഒരു മഹത്തായ പരിപാടി എന്ന നിലയ്ക്ക് ഈ പരിപാടിയുടെ സന്തോഷം പ്രത്യേകിച്ച് സ്കൂളിലൊരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരും ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരൊക്കെ സംസാരിച്ചതുപോലെ ഒരു നാടിന്റെ മുന്നേറ്റത്തിന്, ഒരു നാടിന്റെ സൗഹാർദ്ദം കെട്ടിപ്പടുക്കുന്നതിൽ, ഒരു നാടിനെ വാടിക്കുന്നതിൽ പൊതുവിദ്യാലയങ്ങളുടെ പങ്ക് വിലമതിക്കാനാവാത്ത ആ നിലക്ക് തന്നെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കാലങ്ങളായി വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക് ഈ സ്ഥാപനത്തിന്റെ പ്രാധാന്യം അത്രയും വലുതായിട്ടുള്ള യാതൊരു സംശയമില്ല. കൂടുതൽ സംസാരിക്കാൻ പോയ സാഹിബൊക്കെ വളരെ കൃത്യമായി പരിപാടിയുടെ പ്രാധാന്യം ഇവിടെ സംസാരിച്ചു പോയി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം പൊതുവിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളായി ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് ഭരണാധികാരികളും ജനപ്രതിനിധികളും ഇവിടുത്തെ രക്ഷിതാക്കളും അധ്യാപകരൊക്കെ ഒരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാത്രമാണ് അങ്ങനെ സാധിക്കുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ആ നിലക്ക് തന്നെ ഇപ്പൊ നടക്കുന്നത് പോലെ തന്നെ ഈ കൂട്ടായ ശ്രമം ഇനിയും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം. സാധാരണ വലിയ ഫീസ്
കൊടുത്തിട്ടാണ് പല സ്കൂളുകളും പല പ്രൈവറ്റ് സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും അവിടെ കൊടുക്കുന്ന ഡൊണേഷൻ നമുക്ക് അറിയാൻ നമ്മളൊക്കെ രക്ഷിതാക്കൾ എന്ന നിലക്ക് നമുക്കൊക്കെ അറിയുന്നതാണ്. അപ്പൊ ആ സമയത്താണ് ഇത്തരത്തിലുള്ള പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം. സാധാരണക്കാർക്ക് ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നിലക്ക് നമ്മൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലെങ്കിൽ പോലും പൊതുവിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളെ ചേർക്കുന്നതോടുകൂടി അത് വലിയൊരു പൊളിറ്റിക്സ് ആണ്. കാരണം ഈ വിദ്യാലയങ്ങളുടെ നിലനിൽക്കും പൈസ ഉള്ളവരും ഇവിടെ വരാതിരുന്നു കഴിഞ്ഞാൽ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സ്ഥിതികൾക്ക് അറിയാം. പല സ്കൂളുകളും കൂട്ടിപ്പോകുന്ന അവസ്ഥ കേരളത്തിൽ അടക്കം ഉണ്ടായി കുട്ടികൾ. അപ്പൊ പണമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂളിൽ നമ്മൾ എല്ലാ കുട്ടികളെയും ചേർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടാണ്, ആശയമാണ്, രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം സംസാരിക്കൽ അതുമായൊക്കെ ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ 1 മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചൊരു സ്കൂൾ എന്ന നിലക്ക് ആ സ്കൂളിന്റെ 100ാം വാർഷികത്തിൽ ഇങ്ങനെ പങ്കെടുക്കാൻ പറ്റുക ഇതിന്റെ അപ്പുറം വേറൊരു അഭിമാനം. പ്രത്യേകിച്ച് ഇപ്പൊ മിനി ടീച്ചറും സുമംഗല ടീച്ചറും ഒക്കെ ഇവിടെ വേദിയിലുണ്ട്. എന്നെ 1ാം ക്ലാസ്സിലും 3ാം മുന്നിൽ നിൽക്കാൻ പറ്റുക അഭിമാനം. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി നമ്മുടെ സ്കൂളിനെ നമുക്ക് നിലനിർത്തണം. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് വലിയ പരാധീനതകളാണ്. പക്ഷെ പരാധീനതകൾക്കിടയിലും ആത്മവിശ്വാസത്തോടു കൂടി അക്ഷരം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിദ്യ നേടിക്കൊണ്ട് ഇന്നിപ്പോ കാണുന്ന നിലയിലേക്ക് ഒരു കരുത്തോടെ നിൽക്കാനുള്ള വലിയ ആത്മവിശ്വാസം സ്കൂളാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഇന്ന് കാണുന്ന സൗകര്യങ്ങളൊക്കെ കളിച്ചിരുന്നത് ക്രിക്കറ്റൊക്കെ അന്ന് കളിച്ചിരുന്നത് പിന്നെ മച്ചിങ്ങൊക്കെ ഉപയോഗിച്ചു. ഇന്നും ഓർമ്മയുണ്ട്. പന്തില്ലാത്തതുകൊണ്ട് മച്ചിങ്ങൊക്കെ ഉപയോഗിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്ന കാലം. അങ്ങനെ ഒരുപാട് പരാധീനതകളുണ്ടെങ്കിൽ സ്നേഹത്തോടു കൂടി പെരുമാറുന്ന അധ്യാപകരുടെ സാന്നിധ്യം സ്കൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു. പല ഓർമ്മകളും അതുമായൊക്കെ ബന്ധം. നമ്മളൊക്കെ ഇപ്പൊ ഇന്നിങ്ങനെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്നത് ആ ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടുള്ള പല ആത്മവിശ്വാസവും ബലവുമാണ്. എന്റെ ഒരു ഉദാഹരണത്തിന് ടീച്ചർക്കൊക്കെ ഏറ്റവും വലിയൊരു അധ്യാപിക എന്ന നിലയ്ക്ക് വിരമിച്ചു പോകുമ്പോൾ ടീച്ചർക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗിഫ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്റെ ഒരു ഓർമ്മ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഒരു ഒപ്പന ആൺകുട്ടികളുടെ ഒരു ഒപ്പന ടീമിനെ സെലക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോ സ്വാഭാവികമായിട്ടും താല്പര്യമുള്ള ആളുകൾ എന്ന നിലക്ക് ഇപ്പൊ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഒരു ക്ലാസ്സിൽ വരാൻ ആളും പോയി. പക്ഷെ സെലക്ട് ചെയ്യുന്ന ആള് വന്ന ആള് ഞാൻ കുറച്ച് കറുത്ത നിറമായതുകൊണ്ട് അയാൾക്ക് തോന്നി വെളുത്ത കുട്ടികൾ ഒപ്പന കളിക്കട്ടെ എന്നുള്ള ഒരു തോന്നല് എന്നെ മാറ്റി. വളരെ സങ്കടത്തോടുകൂടി നമ്മൾ ക്ലാസ്സിലേക്ക് തിരിച്ചു പോവാണ്. അപ്പൊ മിനി ടീച്ചറാണ് ക്ലാസ്സിലുള്ളത്. മിനി ടീച്ചറോട് ഈ കാര്യം പറഞ്ഞു, സങ്കടത്തോടു കൂടി കാര്യം പറഞ്ഞു. ടീച്ചർ തിരിച്ച് എന്നെ കൊണ്ടുവരികയും നിറത്തിനപ്പുറം എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് മതി ഒപ്പന എന്ന് പറഞ്ഞാൽ ആ ഒപ്പനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തിയപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം അത് പിന്നീടുള്ള എല്ലാ കാലത്തും നമ്മുടെ കുറവുകൾക്ക് അപ്പുറം എണീറ്റ് നിൽക്കാനുള്ള ഒരു കെൽപ്പ് ചെറുപ്രായത്തിൽ നമുക്ക് കിട്ടുന്ന ഇത്തരം അനുഭവങ്ങളാണ്. അപ്പൊ നേരെ മറിച്ച് വന്ന് ടീച്ചറും കൂടി അവിടെ മൗനമായി നിൽക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിലേക്ക് പോയി ഒന്നിനും സാധിക്കാത്തവരാണ് നമ്മൾ എന്നുള്ളൊരു ചിന്തയിലേക്ക് കുട്ടികൾ പോകും. അപ്പൊ പുതിയ രക്ഷിതാക്കളോടും അധ്യാപകരോടും പുതിയ കാലത്ത് കുട്ടികളോടൊക്കെ പറയാനുള്ള ഒരു ഗുണപാഠം കൂടിയാണ്. ചെറിയ കുറവുകളെ ഒക്കെ ഒരിക്കലും അതിനൊരു മോശമായി കാണാൻ കറുത്ത കുട്ടികളുണ്ടാവും, തടിച്ച കുട്ടികളുണ്ടാവും. കുട്ടികളുടെ ഇടയിലൊക്കെ ഒരു കളിയാക്കൽ ആ കളിയാക്കൽ നമുക്ക് ഉണ്ടാക്കുന്ന സങ്കടം ചെറു മനസ്സിൽ വലുതാണ്. പക്ഷെ അത്തരം വിഷയങ്ങളൊക്കെ ആ കാലത്ത് തന്നെ അഡ്രസ് ചെയ്ത് മുളയിലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്കൂൾ അന്തരീക്ഷം നെട്ടഞ്ചോല സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. മറ്റുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല, വലിയ സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ സ്നേഹിക്കുന്ന, സൗഹൃദം പങ്കുവെക്കുന്ന, സ്നേഹത്തോടു കൂടി കുട്ടികളെ പെരുമാറുന്ന ഒരു അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് പിന്നെ പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം പറഞ്ഞുകൊണ്ട് ഇത്തരം സ്കൂളുകളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്.
സ്കൂളിൻ്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന ഈ പൊതുപരിപാടിയുടെ അധ്യക്ഷൻ അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത ജില്ലാ പഞ്ചായത്തിന്റെ ആദരണീയായ മെമ്പർ ശ്രീ വെട്ടം ആലിക്കോയ, വളവന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ അതുപോലെ തന്നെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ, അധ്യാപകര്, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എൻ്റെ സുഹൃത്തുക്കളായ സലീം അടക്കം, അതേപോലെ തന്നെ മുജീബ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സമയക്കുറവ് മൂലമാണ് എല്ലാവരുടെയും പേര് പറയാത്തത്. ഞങ്ങളുടെ വലിയൊരു പ്രസംഗത്തിന് കാത്തിരിക്കുന്നവരല്ല, നിങ്ങളെയൊന്നും നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളും ആസ്വദിക്കുവാൻ അതിനുവേണ്ടി ഇരിക്കുകയാണ് നിങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട്. നമ്മുടെ സ്കൂള് 100ാം വർഷത്തിലേക്ക് അപ്പൊ 100ാം വർഷം ആഘോഷിക്കുമ്പോൾ വിപുലമായ പരിപാടികളോടുകൂടിയാണ്. പിന്നെ ഘോഷയാത്ര അടക്കം നല്ല പരിപാടി. നമ്മുടെ പ്രദേശത്ത് 100ാം വർഷികം ആഘോഷിക്കുന്ന സ്കൂളുകൾ കുറവാണ്. നമുക്ക് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ ഈ സ്കൂള് കപ്പൂരത്ത് കാതൃമല്ല തുടങ്ങി വെച്ച എന്താണ് പഴയ കാലത്തിലെ ഓത്തുപള്ളിയാണ്. നെട്ടഞ്ചോല സ്കൂൾ എന്നുള്ള പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ നെട്ടഞ്ചോല എന്ന പ്രദേശത്തെ എൽസിക്കാരുടെ ആ പ്രദേശത്താണ് ഈ സ്കൂളായിട്ടല്ല നമുക്ക് ഓത്തുപള്ളിയായിട്ട് ആരംഭിച്ച പിന്നീട് അത് സ്കൂളാക്കി കൊണ്ടുവന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മളെ പ്രദേശത്ത് ഏറ്റവും താല്പര്യം ഉണ്ടായിരുന്ന മമ്മൂട്ടി മാസ്റ്റർ ഏറ്റെടുക്കുകയും അവരുടെ മക്കളൊക്കെ അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ നിലനിർത്താൻ വേണ്ടി അന്ന് ഒരു തീരുമാനം ഉണ്ടായിരുന്നത് എന്താണ് നഷ്ടത്തിലോടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം തന്നെ ഒരു സമയത്ത് വന്നപ്പോഴും അത് പോരാ, സ്കൂളുകൾ സേവന മേഖലകളും അതുപോലെ തന്നെയുള്ള മേഖലകളൊക്കെ നഷ്ടവും ലാഭത്തോടെ സ്കൂളുകൾ നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയാണ് പല സ്കൂളുകളും നിലനിർത്തിയത്. നമ്മുടെ മമ്മൂട്ടി മാഷുമാരോ മക്കളോ നന്നായിട്ട് ഞങ്ങളുടെ നല്ല സപ്പോർട്ടോട് കൂടി അത് നന്നായിട്ട് ഇടപെട്ട് അതിന്റെ ഭാഗം തന്നെയാണ് നമ്മുടെ സ്കൂൾ ഈ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡിവിഷൻ ഫാൾ വരാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. അതിനെന്തുവാണെന്ന് വെച്ചാൽ നല്ല ഇടപെടൽ നല്ല ഇടപെടൽ വിദ്യാർത്ഥികളും നാട്ടുകാരും രക്ഷിതാക്കളും ഒപ്പം തന്നെ ടീച്ചേഴ്സും മാനേജ്മെന്റും ചെയ്യുന്നുണ്ട്. നമ്മള് മനസ്സിലാക്കി പോണ്ടത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാതിക്കും മതത്തിനും ഒക്കെ വെച്ചുകൊണ്ടുള്ള സ്കൂളുകളാണ് രാജ്യത്ത് നിലനിന്ന് പോകുന്നത്. അങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഇത് മനുഷ്യർക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കാം. പൊതു സ്കൂളുകൾക്കാണ് അതിന് കഴിയുക. അവിടെ തന്നെയാണ് ആ സംസ്കാരം നമുക്ക് കൊണ്ടുവരാൻ കഴിയും. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ നമ്മളെ രാജ്യം ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തിലും ആരോഗ്യ രംഗത്തൊക്കെ കേരളം 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ഒറ്റടിക്കുണ്ടായതല്ല, നല്ല ഇടപെടലിന്റെ ഭാഗമാണ്. അതിന് നന്നായിട്ടുള്ള കൂട്ടായ ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും നമ്മൾക്ക് അടുത്ത വർഷം ആഘോഷിക്കുമ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാവണം. ആ രൂപത്തിലുള്ള പുതിയ നല്ല കെട്ടിടങ്ങൾ നമുക്കുണ്ട്. ഉള്ള സൗകര്യം വെച്ചുകൊണ്ട് മാഷും അതുപോലെ തന്നെ മാനേജ്മെന്റും അതുപോലെ തന്നെ PTA-യും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. നല്ല സ്കൂളാണ്. നമ്മുടെ സ്കൂളുകൾ നന്നായി കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. നല്ല ഇടപെടൽ ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നീട്ടിക്കൊണ്ടു പോകത്തില്ല. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ മറ്റു വേദിയിരിക്കുന്നവരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ. കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ നടക്കാനുള്ളത് കൊണ്ട് നമ്മുടെ നെട്ടഞ്ചോല സ്കൂളിന്റെ 100ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെട്ടഞ്ചോല സ്കൂളിന്റെ 100ാം വാർഷികത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്വാഗതം ആശംസിച്ച ഹസീന ടീച്ചർ, അതുപോലെ ഉദ്ഘാടനം നിർവഹിച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർ വെട്ടം ആലിക്കോയ സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും മാത്രം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ രക്ഷിതാക്കളെ, അധ്യാപകരെ, എൻ്റെ പിഞ്ചു മക്കളെ, ഇന്ന് നമ്മൾ വളരെ അഭിമാനകരമായ നിമിഷത്തിലാണ്. ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ആരെയും എടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മള് ഈ നെട്ടഞ്ചോല സ്കൂള് 100ാം വാർഷികം ആഘോഷിക്കുന്ന വേദിയിലാണ്. 100 വർഷം പിന്നിടുക എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഇവിടെ മുൻപ് പലരും അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. നമ്മള് എല്ലാവരും രക്ഷിതാക്കളായാലും എല്ലാവരും കുട്ടികളും എല്ലാവരും വലിയൊരു പ്രസംഗത്തിനല്ല കാത്തിരിക്കുന്നത് എന്നറിയാം. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷൻ വളരെ ചുരുക്കിക്കൊണ്ട് കുട്ടികളുടെ കലാപരമായ കഴിവുകളെ പ്രകടിപ്പിക്കുക, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആനിവേഴ്സറി ആഘോഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. 1926 ഈ സ്കൂള് സ്ഥാപിക്കപ്പെട്ടു. 88 ടീച്ചർ ഇവിടെ വന്നു. അതിനെ തുടർന്ന് ടീച്ചർ എന്നെ ഇവിടെ കൊണ്ടുവന്ന് 89 ഞാനിവിടെ വന്ന് ചേർന്നതാണ്. 22 വർഷം സ്കൂളില് ഇവരുടെ എല്ലാം കൂടി വർക്ക് ചെയ്തു. അതിനുശേഷം 12 വർഷം HM ആയിട്ട് 23 റിട്ടയർ ചെയ്തു. ഇപ്പൊ ഈ വർഷം നമ്മുടെ പ്രിയപ്പെട്ട മെയിൻ ടീച്ചർ ഇവിടെ നിന്ന് വിടവാങ്ങുകയാണ്. ഇപ്പൊ നമ്മുടെ പോലെ നമ്മൾ ആ വയസ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഇവിടുന്ന് വിടവാങ്ങുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ 23 റിട്ടയർ ആയെങ്കിലും എനിക്ക് ഇവിടെ ഈ അന്തരീക്ഷത്തിൽ വന്ന് നിൽക്കുമ്പോ എനിക്ക് റിട്ടയർ ആയിട്ട് തോന്നുന്നില്ല. കാരണം ഈ സ്കൂൾ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തിൽ തന്നെ പോയി. എനിക്ക് പ്രത്യേകിച്ചും എൻ്റെ രക്ഷിതാക്കള് ഒരുപാട് സഹകരണം നൽകിയിട്ടുണ്ട്. നല്ലതുപോലെ സഹകരിച്ച് എൻ്റെ പിഞ്ചു മക്കളെ എല്ലാം ഇവിടെ വേറൊരു വിദ്യാലയത്തിലേക്ക് പോകാതെ ഇവിടെ ചേർത്തുകൊണ്ട്, അതേപോലെ അധ്യാപകരാണേലും നാട്ടുകാരാണേലും എല്ലാവരും എനിക്കിപ്പോ കൂടുതലും അഭിമാനം തോന്നുകയാണ്. ഞാൻ HM ആയിരുന്ന കാലഘട്ടത്തിലുള്ള എല്ലാ PTA പ്രസിഡന്റുമാരും ഇവിടെയുണ്ട്. അതേപോലെ തന്നെ സക്കീർ, നാസർ മോൻ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട് ആ നല്ലൊരു മുഹൂർത്തത്തിൽ. അതേപോലെ നമ്മുടെ മെമ്പർമാരെല്ലാവരും എനിക്ക് നല്ല പരിചയമുള്ളവർ തന്നെയാണ്. ഈ ഒരു അവസരത്തില് ഈ 100ാം വാർഷികത്തില് ഞാൻ എത്തിച്ചേർന്നില്ല എന്നെങ്കിൽ എനിക്കൊരു വലിയ നഷ്ടമായി പോയേനെ എന്ന് ഞാനിപ്പോ കരുതുകയാണ്. കാരണം എന്റെ പഴയ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒന്നിച്ച്, എന്റെ രക്ഷിതാക്കളെയും കുട്ടികളെയും എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റിയ ഒരു അവസരമാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ ഒരുപാട് പറയാനുള്ള ഒരു വെമ്പലുണ്ട്. പക്ഷെ വൈകിയ വേളയിൽ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ നിങ്ങളുടെ സഹകരണം ഈ 100 വർഷത്തിൽ എത്തിക്കാൻ നിങ്ങൾ സഹകരിച്ച ആ സഹകരണം ഇനിയും 150-200 വർഷങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ പിന്നിടാൻ വേണ്ടി നിങ്ങളും അധ്യാപകരും കുട്ടികളും ഈ നാട്ടുകാരും എല്ലാവരും ഒരുപോലെ സഹകരിച്ചെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.
നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്, ഇതുവരെ നൽകിയ സഹകരണം ഇനിയും മുന്നോട്ട് എല്ലാവരും നൽകണം. നമ്മുടെ പിഞ്ചു മക്കളുടെ ഭാവിയോട്ട് എല്ലാവരുടെയും സഹകരണം, അവരുടെ കലാപരമായ കഴിവുകളെയും കായികമായ കഴിവുകളെയും വിദ്യാഭ്യാസപരമായ കഴിവുകളെയും എല്ലാം നമുക്ക് പരിപോഷിപ്പിച്ചെടുത്ത് ഭാവിയിൽ നല്ല കുട്ടികളെ പൗരന്മാരായി വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഓരോരുത്തരുടെയും സഹകരണം ആവശ്യമാണ്. എനിക്കിപ്പോ അറിയാം, ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും ഇന്ന് ഇവിടെ രക്ഷിതാക്കളായിട്ട് വന്നിട്ടുണ്ട്. അതിലും എനിക്ക് അഭിമാനം തോന്നുകയാണ്. ഇന്ന് എൻ്റെ കുട്ടികൾ തന്നെ ഇവിടുത്തെ രക്ഷിതാക്കളുമായി പൂർവ്വ വിദ്യാർത്ഥികളുമുണ്ട്, എല്ലാവരുമുണ്ട്. ഒരുപാട് പേരെ കാണാൻ സാധിക്കുന്ന ഒരു അവസരമാണിത്. അതേപോലെ തന്നെ മിൻ ടീച്ചർ പറയുകയും ചെയ്തു, 2-3 ദിവസമായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് ടീച്ചർ വരില്ലേ എന്ന്. അതിലെനിക്ക് എത്ര, അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് എത്ര സന്തോഷമായി എന്നറിയാം. അപ്പൊ പിന്നെ നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ മറക്കാത്ത ആൾക്കാരുണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സഹകരണം എന്നും ഉണ്ടാവുക. അതേപോലെ തന്നെ മിൻ ടീച്ചറിന്റെ യാത്രയയപ്പുമാണ് ഇന്നത്തെ ഈ 100ാം വാർഷികത്തിന് എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ അർപ്പിക്കുകയാണ്. എല്ലാവരും അവരവരുടെ പരിപാടികള്, കഴിവുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് വിജയ സോപാനത്തിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ മിൻ ടീച്ചറിന്റെ യാത്രയയപ്പ് വേള കൂടിയാണ്. മിൻ ടീച്ചറെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് വന്ന് കയറിയ അന്ന് മുതൽ നല്ല സഹകരണം തന്നെ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ഞങ്ങൾ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തത് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചവരും കൂടിയാണ്. ആ ബന്ധം കൂടിയുണ്ട്. പല രീതിയിലുള്ള ബന്ധങ്ങളാണ് നമുക്ക് ടീച്ചറുമായിട്ടുള്ളത്. അപ്പൊ ഈ യാത്രയയപ്പ് വേളയിൽ പങ്കെടുക്കാൻ സാധിച്ചാലും ടീച്ചർക്ക് ഈ പറഞ്ഞ പോലെ എച്ചമായിരിക്കുന്ന അവസരത്തില് ഒരുപാട് പ്രതിസന്ധികൾ, ഞാനും ഒക്കെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. 1 വർഷമാണേലും 2 വർഷമാണേലും 3 വർഷമാണേലും 12 വർഷം ഞാനിവിടെ അച്ഛമായിട്ട് വർക്ക് ചെയ്തു. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോയി. 1 വർഷം അനുഭവിച്ച പ്രതിസന്ധി ആണേലും 12 വർഷം അനുഭവിച്ച പ്രതിസന്ധി ആണേലും എല്ലാം നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൂടി കൊണ്ട് ആണ് തരണം ചെയ്തു പോകാൻ സാധിക്കുന്നത്, എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ. അപ്പൊ ടീച്ചറ് ഈ സ്കൂളിൽ നിന്ന് ഇതേപോലെ ടീച്ചറും അടുത്ത വർഷവും പിറ്റത്തെ വർഷവും എല്ലാം ഈ വാർഷിക വേളകളിലും ഇതേപോലെയുള്ള ഓരോ അവസരങ്ങളിലും എനിക്ക് തന്ന അതേ സ്ഥാനവും എല്ലാം സ്വീകരിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കുക. ഞങ്ങൾ ഓരോരുത്തരും വരാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഇവിടെ സന്നിഹിതരായിരിക്കും. അതായത് സ്കൂളിനോട് നമ്മൾ തൽക്കാലം വിട പറയുന്നു എന്ന് മാത്രം. നമ്മളുടെ ഒരു മനസ്സിന്റെ സാന്നിധ്യം ഇവിടെ എന്നും ഉണ്ടായിരിക്കും. എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ടീച്ചർക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാവരോടും എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ടീച്ചർക്ക് നല്ലൊരു ഭാവിയും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സ്കൂളിന് ഇതിന്റെ പിന്നിൽ ഒരുപാട് മൺമറിഞ്ഞു പോയ ആൾക്കാരെ, പ്രധാനപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയും കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കണം എന്ന് പ്രത്യേകം പറയാണ്. ഇവിടെ പിരിയുന്ന ടീച്ചറെ കുറിച്ച് എല്ലാവരും പറഞ്ഞു. ടീച്ചറിന്റെ മക്കളൊക്കെ പഠിപ്പിച്ച ടീച്ചറാണ്. എന്തായാലും ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഈ നിമിഷത്തിൽ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയെ കുറിച്ച് നമ്മളെ ബാബു നിരന്തരം ബന്ധപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം നടക്കുന്ന പരിപാടിയിലൊന്ന് പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. നല്ല സാഹചര്യം ഉണ്ടായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. പട്ടഞ്ചിറ സ്കൂളിൽ 100ാം വാർഷികത്തിൽ പങ്കെടുക്കുന്ന ഇഷ്ടാതിഥികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ,
നമ്മുടെ സ്കൂളിന്റെ 100-ാം വാർഷികമാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായ ഒരു സദസ്സും മുഹൂർത്തവുമാണ്. നമ്മുടെ സ്കൂളിന്, ഈ നട്ടഞ്ചോല സ്കൂളിന് വളരെ ചരിത്ര സമ്പന്നമായ വളരെ വലിയൊരു ചരിത്രമുണ്ട്. നമ്മളെ ബാബു പറഞ്ഞതുപോലെ തന്നെ ഓത്തുപള്ളിയിൽ നിന്നും തുടക്കം കുറിച്ച് ഇങ്ങനെ ഈ ഒരു രൂപത്തിൽ നട്ടഞ്ചോല കുറുക്കോൾ ആലിൻചുവട്ടിൽ നിന്ന് അവിടുന്ന് മാറ്റി ഇവിടെ സ്ഥാപിക്കുകയും പാറയിലെ ബാപ്പുവാക്ക അത് പറയാൻ പറ്റതായിരിക്കും, പാറയിലെ ബാപ്പുവാക്കാന്റെ അടുത്തിൽ നിന്ന് മമ്മുക്കുട്ടി മാഷ് ഈ സ്ഥലം വാങ്ങുകയും അദ്ദേഹം ഇവിടെ ഒരു മദ്രസിന് വേണ്ടി 3 സെന്റ് സ്ഥലം വഖഫ് കൊടുക്കുകയും ബാക്കി സ്ഥലം മമ്മുട്ടി മാഷ് വാങ്ങുകയും അങ്ങനെയാണ് ഇവിടെ സ്കൂൾ സ്ഥാപിച്ചത്. ഇത് നല്ല രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടി നിർവഹിക്കണമെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികൾ നിരന്തരം രക്ഷിതാക്കളും അധ്യാപകരുമായി ബന്ധപ്പെടുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ എന്റെ കുട്ടികളെ എങ്ങനെയാണ് ക്ലാസ്സിൽ വരാറുണ്ടാ, പഠിക്കലുണ്ടാ, എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ കുട്ടികളെ ഫീസ് കൊടുക്കുന്ന സ്കൂളുകളിൽ മാത്രം പോയി നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ള സ്കൂളിൽ അത് ശ്രദ്ധയില്ലാതാവുകയും ചെയ്യുന്നത് വലിയൊരു അപകടമാണ്. ഇന്ന് ഗവൺമെന്റ്, ഏത് ഗവൺമെന്റ് വന്നാലും ആ ഗവൺമെന്റ് ഒക്കെ വലിയൊരു ഫണ്ട് മാറ്റിവെക്കുന്നത് ഈ രൂപത്തിലുള്ള സ്കൂളുകൾക്കാണ്. അപ്പൊ നമ്മളത് ഉപയോഗപ്പെടുത്തല് നമ്മൾ ഓരോരുത്തരുടെയും വിദ്യാർത്ഥികളുടെയും ബാധ്യതയാണ്. ഈ കുരുന്ന് ഹൃദയങ്ങൾ ഈ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകരൊക്കെ വളരെ ഗ്രാജുവേറ്റഡ് ആയ വളരെ ക്വാളിഫിക്കേഷൻ ഉള്ള അധ്യാപകരാണ്. മിനി ടീച്ചർ ഇന്ന് രാവിലെ അങ്ങോട്ട് പോരുമ്പോഴേ, രാവിലെ സ്കൂളിൽ പോരുന്ന സമയത്ത് ഞാൻ കണ്ട്, അപ്പൊ ടീച്ചർ എന്നെ കാണുന്ന ഒരു ആവശ്യത്തിന് അവിടെ വന്ന് കടയിൽ വന്നപ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു ഇന്ന് പരിപാടിയാണ് എന്തായാലും തരുന്നത്. അപ്പൊ ടീച്ചറോട് ഞാൻ പറഞ്ഞത്, ടീച്ചറെ നിങ്ങൾ ഈ പ്രദേശത്ത് നിന്ന് പോകരുത്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും മേഖലയിലെ ഒരു ജോലി ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റ് എന്ന് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അത് വളരെ സന്തോഷത്തോടുകൂടി ചിരിക്കുകയുണ്ടായത്. അപ്പൊ ആ ടീച്ചർ അവിടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവുമ്പോൾ നമ്മുടെ സ്കൂളിനോട് ബന്ധപ്പെട്ട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. തുടർന്ന് വരുന്ന നമ്മളെ അധ്യാപകർക്ക് അവർക്ക് വേണ്ടുന്ന അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നൽകാനും ഒക്കെ ഒരു മുതിർന്ന ഒരു അധ്യാപകൻ, റിട്ടയർമെന്റ് ചെയ്തൊരു അധ്യാപകൻ ഉണ്ടാകുന്ന എന്നുള്ളത്, വളരെ പരിചയസമ്പന്നരായ ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ ഇവർക്കൊക്കെ ഈ നമ്മുടെ നാട്ടിലല്ലാത്ത അധ്യാപകർക്കും ഇവർക്ക് റിട്ടയർമെന്റ് ചെയ്താലും നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രക്ഷിതാക്കളെയും നമ്മുടെ വിദ്യാർത്ഥികളെയും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഏത് സമൂഹത്തിൽപ്പെട്ടാലും, ഹിന്ദു സമൂഹത്തിലായാലും ഹിന്ദു മതത്തിൽപ്പെട്ടാലും മുസ്ലിം മതത്തിൽപ്പെട്ടാലും എല്ലാവരും ഒരു ഐക്യത്തോടെ ഒരേ ഒരു ദൈവം ഒരു മതം എന്നുള്ള ആ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള ആളുകളൊക്കെ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടതും. അതേ രൂപത്തിൽ മിനി ടീച്ചറിൽ നിന്ന്, ഇന്ന് യാത്രയപ്പ് നൽകുന്ന മിനി ടീച്ചറിൽ നിന്ന് എല്ലാവിധ സ്കൂളിന് വേണ്ട സഹായങ്ങളും ഇവിടെ തന്നെ ടീച്ചർ 90% ഇവിടെ തന്നെ എവിടെയെങ്കിലും ആയിട്ട് ഉണ്ടാവുമെന്ന് ആണ് ടീച്ചർ ഉണ്ടാകണം എന്ന ടീച്ചർ ആഗ്രഹവും ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആ രൂപത്തിലാകുമ്പോൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 100-ാം വാർഷികത്തിൽ ആശംസകൾ നേർന്നു.
പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, ഇന്ന് എനിക്ക് തോന്നുന്ന ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കൊന്നും ചിലപ്പോ എന്നെ പരിചയം ഉണ്ടാവത്തില്ല. എനിക്കും അത്ര വലിയ പരിചയമില്ല. എന്നാൽ ഈ ആത്മവിദ്യാലയവും ഈ ഏറ്റവും പ്രിയപ്പെട്ട നാടും എനിക്കും എന്റെ കുടുംബത്തിനും ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം 1992 ജൂലൈ മാസം 9-ാം തീയതി ഞാൻ ഈ സ്കൂളിൽ ഒരു അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തു. 2004 ഇവിടെ നിന്നും എന്റെ സ്വന്തം നാട് കൊല്ലമാണ്. ഇവിടെ നിന്നും നാട്ടിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലേക്ക് എനിക്ക് ജോലിയായി. ഞാൻ ഇവിടുന്ന് പോകുമ്പോ സത്യം പറഞ്ഞാല് നമ്മുടെ സ്വന്തം മാതാപിതാക്കൾക്കോ ഉറ്റവർക്കോ ഉടയവർക്കോ ഒന്നും കാണിക്കാൻ കഴിയാത്ത ഒരു സ്നേഹം, ഒരാദരവ്, ഒരു കരുതൽ ഈ നാട് എനിക്ക് തന്നിട്ടുണ്ട്. ഏറെ പറയുന്നില്ല പ്രിയമുള്ളവരെ. ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ഏകദേശപ്പെട്ട എല്ലാ വീടുകളിലും ഞാൻ പോയിട്ടുണ്ട്. ഒരുമാതിരിപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് നല്ല കൂട്ടിലായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ 1-2 കുടുംബങ്ങളിൽ ഞാൻ പല ദിവസങ്ങളിൽ താമസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്നും ആൾക്കാര്, നാട്ടിലെ പ്രിയപ്പെട്ടവര് പലരും എന്റെ വീട്ടിലേക്ക് വന്ന് ഒരാഴ്ചയോളം താമസിക്കുകയും ഞാനിവിടെ 2-3 പ്രാവശ്യം ഈ പരിസരത്തുള്ള വീടുകളിലെ ഈ നാട്ടിലൊക്കെ വന്നു. പക്ഷേ ഞാൻ ഇവിടുന്ന് എന്നാൽ എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു പൊതു സദസ്സില് ഇങ്ങനെ ഒന്ന് സംബന്ധിക്കാൻ എന്നാണെന്ന് അറിഞ്ഞില്ല, കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ ഇവിടെ വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കത്തില്ല. പറയാനുള്ള ഒരു കാരണം, ഞാൻ കൂടി പോകുന്ന, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, കൂടി പോകുന്ന എന്റെ ആ ചർച്ചിന്റെ 100-ാം വാർഷികം, അതായത് 1 വർഷം നീണ്ടു നിന്ന പ്രോഗ്രാം ആയിരുന്നു. മാർച്ച് 2 മുതൽ ഈ ജനുവരി മാസം 17-18 അതിന്റെ ലാസ്റ്റ് ആദരണീയനായ കേരള ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വന്ന് ഉദ്ഘാടനം ചെയ്യുകയും സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ വന്ന് അത് പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോ 100 എന്ന് പറഞ്ഞാൽ എന്തോ ഒരു നിറവ്, എന്തോ ഒരു സംതൃപ്തി, അത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. സാധാരണ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുള്ളതൊന്നും ഞാൻ യാത്ര ചെയ്യാൻ പൊതുവെ ഒരു മടിച്ചിയാണ്. അപ്പൊ ഇവിടെ ഉള്ള എന്റെ സഹപ്രവർത്തകരായിരുന്ന അധ്യാപകർ എന്നെ എപ്പോഴും കളിയാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പൊതുവെ ഒരു മടിച്ചിയാണ്, ഞാനങ്ങനെ പോകാറില്ല. എന്നാൽ ഇത് വിളിച്ചപ്പോ എന്റെ മനസ്സിൽ എങ്ങനെയാ മിനി ടീച്ചർ ആവോളം നിർബന്ധിച്ചു, പോണോ പോവണ്ടയോ, ഇങ്ങനെ ഒരു ഡിലമേൽ ഇരിക്കുമ്പോ ആണ് വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് ശാരീരികമായ കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുമ ടീച്ചർ, ഹലോ സുമ ടീച്ചറെ, ഇങ്ങനെ വിളിച്ചില്ലേ മിനി ടീച്ചർ വരുന്നില്ലേ? ഞാൻ പറഞ്ഞു വരുന്നില്ല സുമ ടീച്ചറെ, എനിക്ക് കുറച്ച് പനിയൊക്കെയാണ്, ഞാൻ വരുന്നില്ല, വരാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അല്ല സാരല്ല ടീച്ചറെ, ഞങ്ങൾ പോകുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒന്നിച്ചു പോകാം, ഞങ്ങൾ ഇന്ന ദിവസം പോവാണ്, നമുക്ക് 2 ദിവസം പിറ്റേ ദിവസം തിരിച്ചു വരാം. അപ്പൊ എന്റെ ഭർത്താവും ഈ കടുങ്ങാത്തുണ്ട് സ്കൂളിൽ, കൽപ്പഞ്ചേരി സ്കൂളിൽ ഒരു അധ്യാപകനായിരുന്നു. പുള്ളി പെൻഷനായി നാട്ടിലായിരുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാതെ യെസ് ഓർ നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ല. പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാലും പറയാറില്ല. ഞാൻ പറഞ്ഞു സാറിനോടൊന്ന് ചോദിക്കട്ടെ. അപ്പൊ ചോദിച്ചപ്പോ നമുക്ക് പോണോ, അത്ര നിർബന്ധമാണോ? ഞാൻ പറഞ്ഞു എനിക്ക് എന്തോ ഒന്ന് പോണോന്ന് എന്റെ മനസ്സിൽ. സുമയും മിനിമോ ടീച്ചറും ഒക്കെ പോകുന്നുണ്ട്, എനിക്കൊന്ന് പോണോന്ന് തോന്നുന്നുണ്ട്, നമുക്കൊന്ന് പോയാലോ? എന്നാ ആയിക്കോട്ടെ, അവര് ബുക്ക് ചെയ്യുന്ന ട്രെയിനിൽ തന്നെ ടിക്കറ്റ് റിസർവേഷനും ഒക്കെ കിട്ടുമെങ്കിൽ നമുക്ക് പോകാം. അങ്ങനെ തീരുമാനിച്ചു. സത്യം പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഒരു കൃപയാല് ഇന്നലെ രാത്രിയിലെത്തി. ഇന്ന് പകൽക്കാലം ഈ സന്തോഷ സുദിനത്തില് നിങ്ങളോടൊപ്പം ആയിരിക്കാൻ വലിയവനായ ദൈവം ഇടയാക്കി. അതിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ക്ഷണിച്ച ടീച്ചർക്കും ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി പറയുന്നത് മാത്രമല്ല, എന്റെ മോൾ ഇവിടെ തന്നെ പഠിച്ചതാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയാണ് നമ്മുടെ സെബീർ. ഞങ്ങൾ ഓമന പേരിൽ ബാബു എന്നാ വിളിക്കാറ്. ഇപ്പൊ സത്യം പറഞ്ഞ പേര് പോലും മറന്നു. അപ്പൊ എന്റെ മക്കളെ ഈ ടീച്ചർമാരെ ഞാൻ വിളിക്കുന്ന കേട്ടിട്ട് മിനി അനി സുമ എന്നാ വിളിക്കാറ്. അവള് പഠിപ്പിച്ചതാണെങ്കിലും അവളെ ടീച്ചർ എന്ന് ചേർത്ത് വിളിക്കാറില്ല, മിനി അനി സുമ അങ്ങനെയാണ് അവൾ പറയാറ്. ബഹുമാനം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ ഇവിടെ നിന്ന് ഗൾഫിൽ പോയിട്ടുള്ള എത്രയോ
എത്രയോ കുട്ടികൾ എന്റെ DP ഒക്കെ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എല്ലാ സ്നേഹത്തിനും ഒത്തിരി നന്ദി പറയാം. വിശ്രമ ജീവിതം നയിക്കാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട മിനി ടീച്ചർക്ക് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നല്ല അനുഗ്രഹിക്കപ്പെട്ട വിശ്രമ ജീവിതവും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിലുള്ള ഏറ്റവും വലിയ സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. സ്നേഹമുള്ള നാട്ടുകാരെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ നെട്ടഞ്ചോല സ്കൂൾ 100ാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുകയാണല്ലോ. ഈ വേളയിൽ നമുക്ക് ഏറെ അഭിമാനിക്കാനുണ്ട്. ഈ ഒരു നേട്ടം പാഠ്യേതര വിഷയങ്ങളിൽ ഈ സ്കൂൾ കൈവരിച്ച നേട്ടങ്ങളെ പറ്റി ഇവിടെ സംസാരിച്ച എല്ലാവരും ഓർമ്മിപ്പിക്കുകയുണ്ടായി. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. ഈ സ്കൂളിലെ അധ്യാപകരും നാട്ടുകാരും പ്രിയപ്പെട്ട രക്ഷിതാക്കളും എല്ലാവരും കൂടി ചേർന്നാണ് ഈ സ്കൂളിന് ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കാനായത് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇനി തുടർന്നും ഇത്തരം സഹായ സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ഈ കൂട്ടായ്മ എന്നും നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രിയങ്കരിയായ നമ്മുടെ മിനി ടീച്ചർ അവരുടെ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. വിശ്രമ ജീവിതം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ഔദ്യോഗിക ജീവിതം വളരെ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇവിടെ സംസാരിച്ച ഓരോരുത്തരുടെയും വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാവി ജീവിതത്തിലും അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും സർവശക്തനായ ഈശ്വരൻ നൽകി, സർവ്വ ഐശ്വര്യങ്ങളും നൽകി അവരുടെ കുടുംബത്തോടൊപ്പമുള്ള ഒരു സമാധാനപരമായ സന്തോഷപൂർവമായ ഒരു ജീവിതം നൽകട്ടെ, ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ, സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, 38 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഈ വേദിയിൽ വന്ന് നിങ്ങളോടൊപ്പം സന്തോഷിക്കുവാൻ ഇതിനുവേണ്ടി അവസരം ഒരുക്കി തന്ന ജഗദീശ്വരനോടും ഇതിൻ്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ചും ഇവിടുത്തെ HM മിനി ടീച്ചറിനോടും ഉള്ള നന്ദി ആദ്യമേ ഞാൻ അറിയിക്കുകയാണ്. ഞാൻ 1988, അതായത് എൻ്റെ സർവീസ് ജീവിതം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. 88 മുതൽ 93 വരെ 5 വർഷം ഇവിടെ വർക്ക് ചെയ്യുവാനും അതിനുശേഷം PSC കിട്ടി നാട്ടിലേക്ക് പോകുവാനും സാധിച്ചു. ഞാനിപ്പോൾ കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. ഈ വർഷം ഞാൻ സർവീസിൽ നിന്നും റിട്ടയർഡ് ചെയ്തു. അതായത് 8 മാസമായി ഞാൻ പെൻഷനായിട്ട്. അപ്പോൾ ഇവിടെ വരുവാൻ ഏറ്റവും ഞാൻ ആഗ്രഹിച്ച ഒന്ന് സ്കൂള് കാണുക, അതിലുപരിയായി ഞാൻ പഠിപ്പിച്ച ഏതെങ്കിലും കുഞ്ഞുങ്ങളെ എനിക്കിവിടെ കാണുവാൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ എന്നെ കണ്ട് എനിക്ക് അവരെ മനസ്സിലായി, അവരൊക്കെ വലിയ കുഞ്ഞുങ്ങളായില്ലേ. അപ്പോൾ അവരോടി വന്ന് ടീച്ചറുടെ മുഖം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം എനിക്ക് ഉണ്ടായി. ഞാൻ പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ ഇവിടെ തന്നെ പൊതുപ്രവർത്തകരായിട്ടും PTA പ്രസിഡന്റായിട്ടും അതുപോലെ തന്നെ വിവിധ ജോലി കാര്യങ്ങൾ നാട്ടിലായാലും വിദേശത്തായാലും ഒക്കെയും അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത് എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെയാണ്. ഇതിന് എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. മാത്രമല്ല സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തുടർന്നു മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അതുപോലെ തന്നെ ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന മിനി ടീച്ചറിനും തുടർന്നുള്ള വിശ്രമ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയത് 1992 ജൂൺ 30-നാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യാൻ വരുന്നു. മജീദ് മാഷാണ് കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ ഒരു 34 വർഷക്കാലം, അതായത് 33 വർഷവും 9 മാസവും 1 ദിവസവുമാണ് എൻ്റെ സേവനകാലം. അങ്ങനെ ഇവിടെ വന്നു, ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ 34 വർഷത്തെ സേവനത്തിന് ശേഷം എൻ്റെ ബാക്കിലിരിക്കുന്ന സുമ ടീച്ചർ, മിനി ടീച്ചർ, സൂസമ്മ ടീച്ചർ, അവരിലേക്ക് ഞാൻ പോവുകയാണ് എന്ന് കരുതി ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഔദ്യോഗികമായി വിട പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്ത് കാര്യത്തിന് ഈ സ്കൂളിനൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും പറയുന്നത്. പിന്നെ എന്നെ ഈ വേദിയിൽ ഇതേ രീതിയിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയ, അല്ലെങ്കിൽ എന്നെ ഇവിടെ എത്തിക്കാൻ കാരണഭൂതരായ എൻ്റെ മാതാപിതാക്കൾക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കളെ ഓർക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരെ ഓർക്കുന്നു. അതിലുപരി ദൈവത്തെയും ഓർക്കുന്നു. കാരണം ഞാനൊരു പാല എന്ന സ്ഥലത്താണ്, കോട്ടയം ജില്ലയിലെ പാല എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ നിന്ന് ഈ മലപ്പുറം ജില്ലയിൽ എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് നമ്മുടെ അയ്യായ UP കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗോപാലകൃഷ്ണൻ മാഷ് വന്നിരുന്നു. അദ്ദേഹമാണ് ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ നിന്ന് ഒരുപാട് എന്നെപ്പോലുള്ള അധ്യാപകരെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തെയും ഞാൻ ഓർക്കുന്നു. ഇവിടെ വന്നു 34 വർഷത്തെ സേവനത്തിന് ശേഷം ഞാനിപ്പോൾ ഇവിടുന്ന് പടിയിറങ്ങുന്നു. പിന്നെ ഈ നാട്ടുകാരെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ എൻ്റെ നാട്ടിലൊരു 22 വർഷക്കാലേ താമസിച്ചിട്ടുള്ളൂ. ബാക്കി ശിഷ്ടകാലം മുഴുവൻ ഈ 56 വയസ്സിൽ 34 വർഷക്കാലവും ഞാൻ ഈ നാട്ടിലാണ് താമസിച്ചത്. അതുകൊണ്ട് തന്നെ ആ നാടും ഈ നാടും തമ്മിലുള്ള വ്യത്യാസം നന്നായിട്ട് മനസ്സിലാകും. ഈ നാട്ടിലുള്ളവരെന്ന് പറഞ്ഞാൽ എന്താ പറയാ, മനുഷ്യത്വം എന്ന് പറയുന്നത് അവരുടെ കൂടപ്പിറപ്പാണ് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഞാൻ നാട്ടിൽ പോയ സമയത്ത് ഉണ്ടായി. നാട്ടിൽ പോയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. പോയ സമയത്ത് ഒരു ആക്സിഡന്റ് പാലാ ഭാഗത്ത് ഒരു 2 സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. ചെറിയ തോതിലെ അപകടം ഉണ്ടായിട്ടുള്ളൂ. എങ്കിലും ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് എൻ്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോയി അവിടെ ആ ഇടിച്ചു കിടക്കുന്നത് കണ്ടിട്ടും ആ നാട്ടിലുള്ള ഒരു മനുഷ്യരും ഒന്ന് നോക്കിയില്ല എന്നുള്ളതൊരു വിഷമകരമായ അവസ്ഥയാണ്. അതേസമയം ഞങ്ങൾ അങ്ങോട്ട് എത്തുകയും എൻ്റെ മകൻ വേഗം വണ്ടി അവിടെ നിർത്തി വേഗം പോയി അവരെ എടുത്തു. കാരണം വലിയ കാര്യമായ പരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അവർക്ക് എണീക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവരവിടെ കിടന്നിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ മകൻ ഇവിടെ ജീവിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു മനുഷ്യത്വം എൻ്റെ മകൻ ഉണ്ടായത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അത് ഈ നാടിന്റെ മഹത്വം തന്നെയാണ് എന്ന് ഞാൻ ഊട്ടിയുറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇനി ഈ നാട്ടിലെ നമ്മുടെ 100 വർഷം തികയുന്ന നമ്മുടെ സ്കൂള്, ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും എന്താ പറയാ സേവനം വളരെ സ്തുത്യർഹമാണ്. കാരണം ഇപ്പൊ ഇത്രയും സമയത്തും കൊണ്ട് ഈ നമ്മൾ ജനുവരി 8-ാം തീയതിക്ക് ശേഷമാണ് ഈ വർഷം തന്നെ, അല്ലെങ്കിൽ നേരത്തെ ചെയ്തിരുന്നുവെങ്കിലും തീരുമാനിച്ചിരുന്നുവെങ്കിലും കുറച്ച് ദിവസത്തെ ഡിസംബറിലെ അവധി വന്നതുകൊണ്ട് തന്നെ നമുക്ക് പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള കാലതാമസം വന്നു. അതിനുശേഷം ജനുവരി 5-ന് സ്കൂൾ തുറന്നു. സ്കൂൾ തുറന്നതിന് ശേഷം പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നീക്കിയത്. അതിലൊക്കെ നമ്മുടെ PTA ഭാരവാഹികളും മറ്റെല്ലാവരും സഹകരിച്ച് അവര് എന്താ പറയാ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നമ്മുടെ കൂടെ നിന്ന്
ഇതേ രീതിയിൽ നമ്മുടെ നല്ല ഈ 100-ാം വാർഷികം ഇത്രയും വിജയപ്രദമാക്കാൻ സഹകരിച്ചു. അവർക്കെല്ലാവർക്കും ഒരു HM എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്നെ ഒരുപാട് നമ്മുടെ സ്റ്റാഫ്, അത് പറയാതിരിക്കാൻ വയ്യ, കാരണം അവരെന്നെ എത്രത്തോളം പിന്തുണച്ചിട്ടുണ്ട് എന്നത് വാക്കുകൾ കൊണ്ട് അറിയിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കത് വാക്കിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം ഈ വാർഷികത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണേലും ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നെ അവരൊന്നും അറിയിക്കാതെ അവരിതിനായിട്ട് പിന്നിൽ പ്രവർത്തിച്ച് PTA-കാരോടും എല്ലാവരുമായി പ്രവർത്തിച്ച് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയി. ഞാൻ ആ വാർഷികത്തിൻ്റെ ടെൻഷൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. അത്രയേറെ എന്നെ പിന്താങ്ങുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫ്, അത് പറയാതിരിക്കാൻ വയ്യ. അത് എൻ്റെ മക്കൾ, എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ് ഒരാള്. ബാക്കിയെല്ലാം എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് അവരെ ഞാൻ കാണുന്നതും അവരെന്നെയും കാണുന്നത് അതുപോലെ തന്നെയാണ്. പിന്നെ ഉള്ളത് ഇവരോടൊക്കെ എനിക്ക് നന്ദിയാണ് പറയാനുള്ളത്. അതിലുപരി എനിക്ക് ഇവിടെ ഈ 2 വർഷക്കാലമായി ഞാൻ HM ആയിട്ട് സ്ഥാനമേറ്റു. ആ ഒരുപാട് പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്യണം എന്നുള്ള സുമ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്കും ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ അത് സ്വാഭാവികം. പക്ഷേ എൻ്റെ കൂടെ നിൽക്കാൻ ഉണ്ടായിരുന്ന എൻ്റെ കുടുംബമാണ്. അതിനെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എൻ്റെ ഹസ്ബൻഡിനോടാണ്. താങ്ക് യു മൈ ഡിയർ. ഇനി മറ്റെല്ലാവരോടും ഈ 100-ാം വാർഷികം വളരെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ സ്കൂള് ഇനിയും ഒരു 100 വർഷക്കാലം അതിലപ്പുറം മുമ്പോട്ട് കൊണ്ടുപോകാൻ ഈ എല്ലാ രക്ഷിതാക്കളും നമ്മളോട് സഹകരിക്കണമെന്നും അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അറിയാം, എങ്കിലും ആദ്യം തന്നെ നമ്മുടെ ഈ പരിപാടി ഇത്രയും ഉഷാറാക്കാൻ വേണ്ടി നമ്മളെ കൂടെ നമ്മൾ പ്രവർത്തിച്ച പൂർവ്വ വിദ്യാർത്ഥികളോടും അതോടൊപ്പം നാട്ടുകാരോടും നല്ലവരായ രക്ഷിതാക്കളോടും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥി വെട്ടമാലി സാഹിബിനും നന്ദി അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞിട്ടുള്ള അസീന ടീച്ചർക്കും അധ്യക്ഷ സ്ഥാനം വഹിച്ച ഷിഹാബുദ്ദീൻ PTA പ്രസിഡന്റിനും അതുപോലെ തന്നെ ആശംസകൾ അറിയിച്ച് സംസാരിച്ച ഷറഫുദ്ദീൻ കുന്നത്ത്, വി മുഹമ്മദ് ഇർഷാദ്, കബീർ ബാബു, സാബിറ കരീം, ഷെരീഫ ചോമയിൽ, റംല സുധീർ, സുമംഗല ദേവി ടീച്ചർ, സൂസമ്മ ടീച്ചർ, ബഷിറാബി ടീച്ചർ, സലീം മയ്യേരി, മുജീബ് റഹ്മാൻ, സഫീർ കുന്നത്ത് എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വേദിയിൽ സാന്നിധ്യം അറിയിച്ച മിനി ടീച്ചർ, ഫസ്ലുർ റഹ്മാൻ, ജുവൈരിയ, അബ്ദുൽ സലാം, അബ്ദുൽ ഖാദർ കുന്നത്ത്, സക്കീർ തത്താല, നസീർ ബാബു, നാസർ മോൻ എന്നിവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ഇന്ന് വിരമിക്കുന്ന ടീച്ചറുടെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാൻ വന്നതും അതുപോലെ തന്നെ ടീച്ചർ HM ആയതും ഒരേ സമയത്താണ്. ഞാൻ വന്നപ്പോൾ ഒരു തുടക്കക്കാരൻ രീതിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു മോനെ പോലെ നിന്ന് കൂടെ നിർത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കൂടെ നിന്ന് സഹകരിച്ച ടീച്ചറാണ്. ടീച്ചർ ഇനി പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇനി എല്ലാ ആവശ്യത്തിനോട് വിളിക്കും, ഞങ്ങൾ കൂടെ ഉണ്ടാവുന്ന അഭ്യർത്ഥിക്കുകയാണ്. അതോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.